നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്ഭുത കാര്യങ്ങളുടെ ദേവനാണ് ഹനുമാൻ സ്വാമി. ഈ ലോകം മുഴുവൻ നടക്കില്ല എന്ന് വിധി എഴുതി തെള്ളിയ കാര്യവും ഹനുമാൻ സ്വാമിയോട് പറഞ്ഞാൽ നടന്നു കിട്ടുമെന്നാ പറയുന്നത്. എത്രയൊക്കെ വഴിപാടും പൂജയും പ്രാർത്ഥനയും ചെയ്തിട്ടും നടക്കാത്ത കാര്യവും ഹനുമാന്റെ നടക്കൽ ചെന്ന് പറഞ്ഞാൽ നടക്കുമെന്നാ പറയുന്നത്. ജീവിതം കൈവിട്ടു പോയി എന്നൊരവസ്ഥയിൽ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, സകലതും പരാജയപ്പെട്ടു, എല്ലാം തീർന്നു എന്ന് കരുതിയെടുത്തു നിന്നും ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചവർക്ക് അതൊക്കെ അതിൻ്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും തോന്നത്തില്ല. അതിനൊരു യോഗമുണ്ടാകണം, അതിന് ഭഗവാന്റെ വിളി വരണം എന്നുള്ളതാണ്. അങ്ങനെ ഭഗവാന്റെ വിളി നിങ്ങൾക്കും വന്നിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഹനുമാൻ സ്വാമിയുടെ ഒരു മന്ത്രത്തെ പറ്റിയാണ്. ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ മന്ത്രം അക്ഷരങ്ങളിലൂടെ, അതായത് ഈ മന്ത്രം അക്ഷരങ്ങളിലൂടെ നിങ്ങളിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്ന മന്ത്രമാണ്. ഈ മന്ത്രം നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ എഴുതി കൃത്യമായിട്ട് നിങ്ങളുടെ കൈകൊണ്ട്, നിങ്ങളുടെ കൈയക്ഷരത്തിൽ ഒരു വെള്ള പേപ്പറിനകത്ത് എഴുതി ഞാൻ ഈ പറയുന്ന കണക്ക് നിങ്ങളുടെ പേഴ്സിലോ ബാഗിലോ വെക്കണേ. നിങ്ങൾ നിത്യവും കൊണ്ടുപോകുന്ന ബാഗിലോ പേഴ്സിലോ ഇത് മടക്കി ഞാൻ ഈ പറയുന്ന രീതിയിൽ വെക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യസാധ്യം കൊണ്ടുവരും. കാരണം ഈ മന്ത്രത്തിൻ്റെ പേര് തന്നെ കാര്യസാധ്യ മന്ത്രം എന്നാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും വിജയിച്ചു വരും. നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ആ മന്ത്രത്തോടൊപ്പം ഞാൻ ഈ പറയുന്ന രീതിയിൽ ആ പേപ്പറിൽ എഴുതി വെക്കുക. ആ ആഗ്രഹങ്ങൾ, ആ മാനിഫെസ്റ്റേഷൻ സത്യമായി വരും, നടന്നു കിട്ടും എന്നുള്ളതാണ്. ജീവിതം കൈവിട്ടു പോയവരെ വരെ ജീവിതത്തിൽ തിരിച്ചു കൊണ്ടുവന്ന ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണിത്. ജീവിതം എല്ലാം അവസാനിച്ചു, ഇനി ഒരു രക്ഷയില്ല എന്ന് കരുതിയെടുത്തെന്ന് പലരുടെയും ജീവിതത്തിൽ ഭഗവാൻ അത്ഭുതം സൃഷ്ടിച്ച്, അത്ഭുതം നടത്തി ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന്, നഷ്ടപ്പെട്ടതെല്ലാം 100 ഇരട്ടിയായിട്ട് തിരിച്ചു തന്ന്, എല്ലാം പരിഹസിക്കുകയും പുച്ഛിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്തവരുടെ മുന്നിലൂടെ തിരിച്ചു കൊണ്ടുവന്ന് അന്തസ്സായിട്ട് നിർത്തി, അത്രയും ശക്തിയുള്ള ഭഗവാന്റെ മന്ത്രമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഒരു വെള്ള പേപ്പറും പേനയും എടുക്കുക. അത് മാത്രമേ ഇതിനാവശ്യമായിട്ടുള്ളൂ. വേറെ പൂജയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ആ മന്ത്രം എഴുതി നിങ്ങളുടെ പേഴ്സിൽ വെക്കുക എന്നുള്ളതാണ്. എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും, എത്ര നടക്കാത്ത ആഗ്രഹം ഉണ്ടെങ്കിലും, ജീവിതത്തിൽ എത്ര വിഷമഘട്ടത്തിലൂടെയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഇത് ചെയ്യൂ. അതിൻ്റെ മാറ്റം, അതിൻ്റെ സത്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കണം, ഹനുമാൻ സ്വാമിയെ സേവിക്കണം, ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ചൊല്ലണമെന്നുണ്ടെങ്കിൽ അതിനൊരു യോഗം വേണം. നിങ്ങൾക്ക് ആ യോഗം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് വരാം. എല്ലാവരും നല്ല ഒരു വെള്ള പേപ്പർ, ഇതിപ്പം നിങ്ങൾ ഏത് സമയത്താണ് കാണുന്നതെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം. ഒന്ന് കുളിച്ച് ശുദ്ധിയായി വന്നിരുന്ന് ഐശ്വര്യമായിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നല്ല ഒരു വെള്ള പേപ്പർ എടുക്കണം. വെള്ള പേപ്പർ ഉണ്ടാവുമല്ലോ വീട്ടിൽ, ഒരു പുസ്തകത്തിൽ നിന്ന് കീറിയെടുത്തതോ അല്ലെങ്കിൽ ഒരു A4 ഷീറ്റ് പേപ്പറോ, നല്ല വൃത്തിയുള്ള ഒരു മുഴുവനായിട്ടുള്ള പേപ്പർ, അല്ല തുണ്ട് പേപ്പറൊന്നും എടുക്കരുത്, നല്ല മുഴുവനായിട്ടുള്ള ഒരു വെള്ള പേപ്പർ എടുക്കുക. അത് വരയിട്ടതോ വരയിടാത്തതോ ഏതായാലും കുഴപ്പമില്ല. വരയിടാത്തത് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലത്. ഏതായാലും എടുത്തോളൂ, കുഴപ്പമില്ല. നല്ല കുട്ടികളുടെ ബുക്കെന്നോ മറ്റോ ഒക്കെ ഒരു പേപ്പർ എടുക്കാം. നീല കളർ പേന, വേറെ കറുപ്പൊന്നും എടുക്കരുത്, കറുപ്പോ ചുവപ്പോ അതൊന്നും എടുക്കരുത്. നീല കളർ പേന തന്നെ ഒരെണ്ണം കയ്യിലെടുക്കുക. അപ്പോൾ ഒരു നീല കളർ പേന, ഒരു നല്ല വെള്ള പേപ്പർ. ഹനുമാൻ സ്വാമിയുടെ ആ മന്ത്രം എഴുതുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ ആ പേപ്പറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ശ്രീരാമ ജയം എന്ന് എഴുതണം. എങ്ങനെ എഴുതണം? ശ്രീരാമ ജയം. അത് കൃത്യമായിട്ട് എഴുതുക. ഒരു അടിവരെ അതിൻ്റെ അടിയിലിടുക. ശ്രീരാമ ജയം എന്നെഴുതുക. ഏറ്റവും മുകൾ ഭാഗത്ത്, പേജിൻ്റെ മുകൾ ഭാഗത്ത് മധ്യത്തിലായിട്ട് ശ്രീരാമ ജയം എന്നെഴുതുക. ശ്രീരാമ ജയം എന്ന് എഴുതുന്നതിൻ്റെ താഴെ കുറച്ച് താഴോട്ട് ഇറക്കി ഒരു മധ്യഭാഗത്തായിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുള്ള രീതിയിൽ ഈ മന്ത്രം എല്ലാവരും തെറ്റാതെ ഇതുപോലെ തന്നെ എഴുതണം. മന്ത്രം ഇങ്ങനെയാണ്. ഞാൻ പതുക്കെ നിങ്ങൾക്ക് വായിച്ചു തരാം. നിങ്ങൾക്കിത് എഴുതിയെടുത്തോ അല്ലെങ്കിൽ ഇപ്പം തന്നെ നോക്കി വെച്ചോ
അല്ലെ ഇതിൻ്റെ ചിത്രം എടുത്തോ ഒക്കെ വെക്കാവുന്നതാണ്. കൃത്യമായിട്ട് തെറ്റിക്കാതെ, അക്ഷരത്തെറ്റുണ്ടാകാതെ ഇതിൽ കാണിച്ചിട്ടുള്ള രീതിയിൽ തന്നെ, അതായത് ചുരുപ്പുകളും ദീർഘങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റിപ്പോരും, തെറ്റിയാൽ അതിൻ്റെ അർത്ഥം തന്നെ മാറും എന്നുള്ളതാണ്. അപ്പം ഇതുപോലെ തന്നെ അത് എഴുതുക. മന്ത്രം ഇങ്ങനെയാണ്: മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ. ഒരിക്കൽ കൂടി പറയാം: മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ എന്ന് നല്ല വൃത്തിയായിട്ട് നിങ്ങളുടെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ആ പേപ്പറിന് മേളിൽ ശ്രീരാമജയം എഴുതിയിരിക്കുന്നതിൻ്റെ കുറച്ച് താഴോട്ട് മാറ്റി, അല്ലെങ്കിൽ ഒരു മധ്യഭാഗത്തായാലും കുഴപ്പമില്ല, മധ്യഭാഗത്തോട്ട് കയറ്റി ഐശ്വര്യമായിട്ട് നല്ല ഇതേ ലൈന് അളവിലായിരിക്കണം കേട്ടോ. മുറിച്ചൊന്നും എഴുതരുത്. ഇതിലിപ്പോൾ എഴുതിയിരിക്കുന്ന അതേ രീതിയിൽ തന്നെ 4 വരിയായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഈ 4 വരിയായിട്ട് ഇതവിടെ എഴുതുക. എഴുതി കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പം ആ പേപ്പറിൻ്റെ മുകൾ ഭാഗത്ത് ശ്രീരാമജയം ഉണ്ട്. ഈ നടുക്ക് അല്ലെങ്കിൽ ഒരു മുകൾ ഭാഗത്ത് തന്നെ ഒരു മധ്യത്തിലായിട്ട് ഈ മന്ത്രം എഴുതിയിട്ടുണ്ട്. ഇനി താഴോട്ടുള്ള ഭാഗം ബ്ലാങ്ക് ആയിട്ട് കിടപ്പുണ്ടാവുമല്ലോ. ആ ഒരു താഴോട്ടുള്ള ഭാഗത്ത് ഇച്ചിരി താഴോട്ട് വന്നിട്ട്, ഈ മന്ത്രം എഴുതിയതിൻ്റെ കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതവിടെ നിങ്ങൾക്ക് എഴുതാം. ഉദാഹരണത്തിന് ഒരു PSC പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലി എന്നുള്ളത് എൻ്റെ സ്വന്തമാണ്, ഇതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നിരിക്കട്ടെ, ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ എഴുതേണ്ടത് ഇത് നടന്നതായിട്ട് എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടത്? നടന്നതായിട്ട്. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് PSC പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലി നേടണം, ഒരു ഉദാഹരണമാണ് പറയുന്നത്. അതാണെന്നുണ്ടെങ്കിൽ താഴെ എഴുതേണ്ടത് PSC പരീക്ഷ എഴുതി എനിക്ക് സർക്കാർ ജോലി കിട്ടി എന്ന് വേണം എഴുതാനായിട്ട്. അത് നടന്നതായിട്ട്, പോസിറ്റീവായിട്ട്, അത് നടന്ന് കിട്ടിയതായിട്ട് ഒരു സന്തോഷത്തോടെ. അപ്പോൾ അത് നിങ്ങളിങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലൊരു വല്ലാത്ത സന്തോഷം വരത്തില്ലേ? ആ സന്തോഷത്തോടു കൂടി വേണം. ഇപ്പം എന്തെങ്കിലും ഒരു വയ്യായ്മ കൊണ്ട് വലയുന്നവരാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന അസുഖം മാറണം എന്നുള്ളതാണ് ആഗ്രഹം എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഇന്ന അസുഖം മാറി ഞാൻ സുഖം പ്രാപിച്ചു എന്നെഴുതണം. ഇപ്പം വേറെ എന്തെങ്കിലും നിങ്ങൾക്കൊരാഗ്രഹം, വിദേശത്ത് പോകണം, അല്ലെ ഇന്ന രാജ്യത്ത് നിങ്ങൾക്ക് ജോലിക്കായിട്ട് ജോലി ശരിയാകണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഉദാഹരണങ്ങളായി പറയുന്ന പല രീതിയിൽ വരുമല്ലോ. ഇന്ന രാജ്യത്ത് പോകണമെന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ എൻ്റെ ഇന്ന രാജ്യത്തേക്കുള്ള യാത്ര നടന്നു, ഞാനിപ്പോൾ രാജ്യത്തെത്തി, സന്തോഷം എന്നുള്ള രീതിയിൽ എല്ലാം ഇരുന്നായിട്ട് ശുഭമായിട്ട് അവസാനിക്കുന്നതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ, ഇതിന് വേറെ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ എഴുതണം, മലയാളത്തിൽ എഴുതണം, മറ്റു ഭാഷയിൽ അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ളത് ആ ഭാഷയിൽ, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ നിങ്ങൾ എഴുതിക്കുള്ളൂ. പക്ഷേ നടന്നു കഴിഞ്ഞായിട്ട് പോസിറ്റീവായിട്ട് എൻ്റെ യാത്ര മംഗളമായി, ഞാൻ വിദേശത്തെത്തി എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഈ വിദേശ യാത്രയുള്ളവർ അങ്ങനെ ഏതാഗ്രഹവും, എത്ര വലിയ സ്വപ്നവും, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങളുണ്ടെന്നിരിക്കട്ടെ, മനുഷ്യരല്ലേ, നമുക്ക് ചിലപ്പം ഒന്ന് മാത്രമായിരിക്കും, ചിലപ്പോൾ മക്കളുടെ കാര്യം പറയാനുണ്ടായിരിക്കും, മക്കളുടെ ജോലിക്കാര്യം ശരിയാവണമെന്നുള്ളതായിരിക്കും ആഗ്രഹം. അപ്പോൾ അത് എഴുതുക: മക്കളുടെ ജോലിക്കാര്യം ശരി, അല്ലെ മകൻ്റെ ജോലിക്കാര്യം ശരിയായി, അവന് ജോലി കിട്ടി, സന്തോഷം എന്നുള്ള രീതിയിൽ അത് എഴുതുക. ചിലപ്പോൾ ഭർത്താവിൻ്റെ കാര്യം പറയാനുണ്ടാവും, അല്ലെ ഭാര്യയുടെ കാര്യം പറയാനുണ്ടാവും, അത് എഴുതുക. വരിയായിട്ട് പോയിൻ്റായിട്ട് 4 5 ആഗ്രഹങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. ഒരു മാനിഫെസ്റ്റേഷൻ പോലെ അതിൽ എഴുതി വയ്ക്കുക. അതിലെഴുതിയതിന് ശേഷം, അപ്പം അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം നടന്നതായിട്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആഗ്രഹങ്ങളാണോ നിങ്ങൾക്ക് നടക്കാനുള്ളത് അത് നടന്നതായിട്ടുള്ള രീതിയിൽ അവിടെ പോയിന്റ് ഇട്ട് എഴുതുക. 2 3 4 ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഇനി ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരെണ്ണം എഴുതിയാൽ മതി. ഇനി ആഗ്രഹങ്ങളൊന്നും ഇല്ല, ഭഗവാനെ എല്ലാം നന്നായിട്ടിരുന്നാൽ മതി എന്നുണ്ടെങ്കിൽ സർവം മംഗളമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് എഴുതിയാൽ മതി. സർവം മംഗളമായിരിക്കുന്നു, അത് പോസിറ്റീവായിട്ട് എഴുതണം. സർവം മംഗളമായിരിക്കുന്നു, എല്ലാവർക്കും നല്ലത്, നന്മ, സുഖം എന്നുള്ള രീതിയിൽ അങ്ങനെ പോസിറ്റീവായിട്ട് എഴുതുക. ഇപ്പം ആ പേപ്പറിൻ്റെ മുകളിൽ ശ്രീരാമജയം ആദ്യം എഴുതി, രണ്ടാമതായിട്ട് ഒരു മധ്യഭാഗത്തായിട്ട് ഈ മന്ത്രം എഴുതി, മൂന്നാമതായിട്ട് അടിഭാഗത്ത് നിങ്ങളുടെ ആഗ്രഹം, സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് എഴുതിയതിന് ശേഷം ആ പേപ്പർ മടക്കുക, 4ആയിട്ട് മടക്കുക. ആദ്യം 2ആയിട്ട് മടക്കി, പിന്നെ അതിനെ 4ആയിട്ട് മടക്കി നിങ്ങളുടെ പേഴ്സിനകത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിനകത്ത്, പെട്ടെന്ന് അഴുക്കൊന്നും പറ്റാത്ത ഒരു ഇതായിട്ടുള്ള ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഭദ്രമായിട്ട് എടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ പേപ്പർ വെളിയിലൊന്നും വീണ് പോകാതെ വെക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു അറയ്ക്കുള്ളിലോ അല്ലെങ്കിൽ പേഴ്സിനകത്ത് തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ ഇത് ഒതുക്കി മടക്കി വെക്കുക. 4ആയിട്ട് മടക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. അങ്ങനെ 4ആയിട്ട് മടക്കി വെക്കാൻ സ്ഥലം തികയുന്നില്ല എന്നുണ്ടെങ്കിൽ
8ആയിട്ടാണെന്നുണ്ടെങ്കിൽ 1 മടക്കും കൂടി ഇട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മടക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ 4ആയിട്ടോ 6ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് മടക്കി അത് വെക്കുക. 4ആയിട്ട് മടക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മടക്കി സുഖമായിട്ട് ആ എന്താ പറയുന്ന പേഴ്സിനകത്ത് വെക്കുക എന്നുള്ളതാണ്. ഇനി കുറച്ച് കാലം കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്ക് വേറെയും ആഗ്രഹങ്ങളൊക്കെ വരും. മനുഷ്യനല്ലേ, ഇപ്പം ഒരു കാര്യം നടന്നു കഴിഞ്ഞ് കഴിയുമ്പം വേറെയും ആഗ്രഹങ്ങളൊക്കെ വരുമല്ലോ. അങ്ങനെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ വരികയാണെന്നുണ്ടെങ്കിൽ ആ പേപ്പർ തുറന്ന് ആ പേപ്പറിൻ്റെ അടിയിലോട്ട് സ്ഥലം ഉണ്ടെങ്കിൽ പുതിയ ആഗ്രഹങ്ങൾ എഴുതി ചേർക്കുകയും ചെയ്യാം. പുതിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ എഴുതി ചേർക്കാം. ഇനി ആ പേജെല്ലാം നിറഞ്ഞു കഴിയുകയാണ്, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി വേറെ എണ്ണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതി പഴയ പേപ്പർ നീക്കം ചെയ്ത് കത്തിച്ചോ മറ്റോ കളഞ്ഞിട്ട് പുതിയ പേപ്പറിനകത്ത് എഴുതി വെച്ചാലും മതി എന്നുള്ളതാണ്. ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഇങ്ങനെ വെക്കുമ്പോൾ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മളിത് എടുത്ത് നോക്കുക. ഇതിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞത് ശുഭമായിട്ട് നടന്നിട്ടുണ്ടാവും. ആ നടന്നു കിട്ടിയ ആഗ്രഹങ്ങൾക്ക് നമ്മൾ വീട്ടിനടുത്ത് എവിടെയാണോ ഹനുമാൻ പ്രതിഷ്ഠയുള്ള കോവിൽ, ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം തന്നെ ആവണമെന്നില്ല, ഹനുമാൻ സ്വാമി ഉപപ്രതിഷ്ഠയായിട്ടുള്ള അമ്പലമായാലും മതി, ആ അമ്പലത്തിൽ പോവുക. വീട്ടിനടുത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു ഹനുമാൻ കോവിലിൽ പോവുക. പോയി ആ പറഞ്ഞിരിക്കുന്ന ആഗ്രഹം, ഇപ്പോൾ ഒരാഗ്രഹം പറഞ്ഞു അത് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് ഒരു വടമാല ചാർത്തി തൊഴണം. വടമാല എന്ന് പറഞ്ഞാൽ വട കോർത്ത് കിട്ടുന്നതാണ്. ഹനുമാൻ കോവിലിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവിടുന്ന് അത് ചെയ്യിച്ചു തരും. നിങ്ങൾക്ക് അതിനുള്ള പൈസ അടച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ അതിന് അടുത്ത് തന്നെ ഇത് ചെയ്യുന്ന ശാലകളുണ്ടാവും, അവിടെ പറഞ്ഞാലും നിങ്ങൾക്ക് ചെയ്യാം. മിക്ക ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞാൽ അവർ തന്നെ നിങ്ങൾക്ക് അതിനുള്ള അറേഞ്ച് ചെയ്ത് തരും. ഹനുമാൻ സ്വാമിക്ക് ഒരു വടമാല ചാർത്തി നിങ്ങൾ നന്ദി പറയണം ആ ചെയ്ത് കിട്ടിയ കാര്യത്തിന്. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിലപ്പം ഒരു വർഷം കഴിഞ്ഞായിരിക്കും പിന്നെ എന്തെങ്കിലും കാര്യത്തിന് നോക്കുമ്പോഴായിരിക്കും ഈ പേപ്പർ ഇരിക്കും തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം നടന്ന് ഇപ്പോൾ 5 കാര്യം പറഞ്ഞു, 3 എണ്ണം ചിലപ്പോൾ നടന്നിട്ടുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ഓരോന്നിനും ഒരു വടമാല എന്നുള്ള നിരക്കിൽ 3 വടമാല ചാർത്തുക. 3 എണ്ണമാണ് നടന്നതെങ്കിൽ 2 എണ്ണമാണ് നടന്നെങ്കിൽ 2 എണ്ണം, ഒരെണ്ണമാണ് നടന്നതെങ്കിൽ ഒരെണ്ണം. അപ്പം എല്ലാം മംഗളമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളത് ചെയ്യുക. ഏറ്റവും ശക്തിയുള്ള, ഞാൻ പറഞ്ഞില്ലേ, അക്ഷരങ്ങളിലൂടെ ഭഗവാനിലേക്ക് ചെല്ലുന്ന മന്ത്രമാണ്. നമ്മളുടെ കയ്യെഴുത്തിലൂടെ ഭഗവാനിലേക്ക് ചേരുന്ന മന്ത്രമാണ്. മറ്റൊരു ദേവന്മാർക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് ഹനുമാൻ സ്വാമിക്ക്. നമുക്ക് എഴുതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾക്ക് ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങളിൽ നോക്കിയാൽ തോരണം പോലെ മാല പോലെ ഇങ്ങനെ ശ്രീരാമ ജയവും ജയ് ഹനുമാനും ജയ് ശ്രീറാമും ഒക്കെ എഴുതി ഇങ്ങനെ തൂക്കിയിരിക്കുന്ന കാണാം അല്ലേ. അതെല്ലാം കാര്യസാധ്യത്തിന് വേണ്ടിയും പല ഉപകാര സ്മരണയ്ക്ക് വേണ്ടിയും ഭഗവാനെ അനുഗ്രഹം തേടിയും ഒക്കെ ചെയ്യുന്നതാണ്. അതൊക്കെ ഭഗവാൻ അക്ഷരങ്ങളിലൂടെ എഴുത്തിലൂടെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന ദേവനാണ് എന്നുള്ളതാണ്. അപ്പം ഇത് ഇത്തരത്തിൽ എഴുതുക. കൃത്യമായിട്ട് ഇത് എഴുതി ഏതവനാണോ ഏതൊരുവളാണോ ഇത് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ അത്തരത്തിൽ ആഗ്രഹ സാഫല്യമുണ്ടാകും, എല്ലാം ഉണ്ടാകുന്നതാണ്. സർവം മംഗളമായി വരികയും ചെയ്യുന്നതാണ്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഇത് നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഒരു നിമിത്തം തന്നെയാണ്. ഹനുമാൻ സ്വാമിയെ നമുക്ക് എല്ലാവർക്കും ഒന്നും ഭജിക്കാൻ തോന്നത്തില്ല. നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ചിലപ്പോൾ ഹനുമാൻ്റെ അമ്പലം ഉണ്ടാവും, പോകണമെന്ന് തോന്നത്തില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ആ വിളി വന്നിട്ടില്ല. ഭഗവാൻ തീരുമാനിക്കണം ഭഗവാന്റെ അടുത്ത് ആര് വരണം എന്നുള്ളത്. അത് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. ചിലപ്പോൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അടുത്ത് ഹനുമാൻ ക്ഷേത്രങ്ങളുണ്ട്, മറ്റമ്പലങ്ങളിൽ പോകുന്നത്രയും ആ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെ തോന്നും. പക്ഷെ പോയി തുടങ്ങുമ്പോൾ അറിയാം ആ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും സത്യമുള്ള കാര്യമാണ്. നശിച്ച ഒരു ഹനുമാൻ ഭക്തനും ഇല്ല, നന്നായി വന്നിട്ടേ ഉള്ളൂ. ഏത് വലിയ ആപത്തിലും. അതായത് ഹനുമാൻ സ്വാമിയുടെ ഒരു വലിയ പ്രത്യേകത, തൻ്റെ ഭക്തൻ, തന്നെ മനമുരുകി വിളിക്കുന്ന ഭക്തൻ ഒരാപത്തിൽ പെട്ടിരിക്കുകയാണ്, അപകടത്തിൽ പെട്ടിരിക്കുകയാണ്, ഇനി ഒന്നുമില്ല കഴിഞ്ഞു എന്നൊരവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ പോലും അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഭഗവാൻ വന്ന് രക്ഷിക്കുമെന്ന. ചിലപ്പം സ്വന്തം രൂപം എടുത്ത്, ഭഗവാൻ ചിരഞ്ജീവിയാണല്ലോ, ഭഗവാൻ സ്വയരൂപത്തിൽ തന്നെ വന്ന് ചിലപ്പം നിങ്ങളെ രക്ഷിച്ചു എന്നുള്ളത് കൂടി കാണാൻ സാധിക്കും. അത്രയധികം ശക്തിയുള്ള ദേവനാണ്. ഇതിവിടെ പറയാൻ കഴിഞ്ഞതും നിങ്ങളിത് കേൾക്കാൻ കഴിഞ്ഞതും ഭഗവാന്റെ കൃപയായി കണ്ടുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.